1979 കോഴിക്കോട് രാമനാട്ടുകര നഗരസഭ അന്ന് ഗ്രാമപഞ്ചായത്തായിരുന്നു. 7-ാം വാർഡ് സ്ത്രീ സംവരണമായി പ്രഖ്യാപിച്ചതോടെ UDF നേതാക്കൾ അന്നത്തെ പ്രീ ഡിഗ്രിക്കാരി ജമീല റസാഖിനെ തേടിയെത്തി. ഞാനും ചെറുപ്പമാണ്, മക്കളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരെയും കൂട്ടി കുറേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എൻ്റെ അടുത്ത് വരികയാണ്. ആദ്യം നമ്മൾ സമ്മതിച്ചിട്ടില്ല. അതിന് കുറേ പ്രാവശ്യം വന്നിട്ടാണ് ഈ രംഗത്ത് പരിചയമില്ലല്ലോ, പിന്നെ നിർബന്ധിച്ചപ്പോൾ അതിന് വഴങ്ങി. എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. സ്ത്രീ വോട്ട് ചോദിച്ചെത്തിയപ്പോൾ വാതിലടച്ചു പോയവർ, യാഥാസ്ഥികരുടെ ശക്തമായ എതിർപ്പ്. മുസ്ലിംസിന് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെതായ വിരോധം. പിന്നെ ചെറുപ്പമായത് കൊണ്ട് ഇവിടുത്തെ അറിയപ്പെടുന്നൊരു ഫാമിലിയിലായതുകൊണ്ട് ഇപ്പം നിങ്ങൾ എന്തിനാ അതിനൊക്കെ കടങ്ങിയിരുന്നൂടെ. ചിലർ നമ്മളെ കാണുമ്പോൾ തന്നെ വാതിലടച്ചിട്ട് ഞങ്ങൾ ഇതിനോടൊന്നും യോജിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ പ്രതികരണം വാതിൽ പിന്നെ ഒരു തുറക്കണ വരെ കാത്തു നിൽക്കുക വോട്ട് ചോദിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ അട്ടിമറി വിജയം. ഇടതുപക്ഷത്തിന്റെ കുത്തക സീറ്റിൽ ജമീല റസാഖ് വിജയിച്ചു. ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. അന്ന് മാതൃഭൂമിയിൽ 1-ാം പേജ് വാർത്ത. ചുള്ളിപ്പറമ്പിൽ മോസ്കോ എന്ന വാർഡിന് പറയാം. അവിടെ അന്ന് ഞാനടക്കം ഇവർ ആരും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളടുത്ത് മാറി എന്നല്ലേ. നമ്മളത് വേണ്ട, എന്താണെങ്കിലും നമ്മൾ നേരിടണമല്ലോ, ജയിച്ചാലും തോറ്റാലോ. ഞാനവിടെ തന്നെ നിന്നു. വനിതാ പ്രസിഡന്റ് ആയതോടെ പിന്നിൽ നിന്ന് ഭരിക്കാൻ ചിലർ ശ്രമിച്ചിരുന്നുവെന്ന് ജമീല റസാഖ് പറയുന്നു. പക്ഷേ മെറിറ്റ് മാത്രം നോക്കി തീരുമാനമെടുത്തു. ഭരണ സമയത്തൊക്കെ ചിലർ നടക്കാത്ത സംഘം നമ്മൾ നടത്തിക്കൊണ്ടെന്ന് അതിന് എതിർപ്പായിട്ട് കുറേ കത്തുകൾ എൻ്റെ അടുത്ത് തന്നെ അത് എവിടെയൊക്കെ വെച്ചത് അറിയില്ല. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഭീഷണി കത്തികൾ നല്ലോണം ഉണ്ടാവുമായിരുന്നു. നമ്മൾ കുറച്ച് ധൈര്യം പറയാം, നമ്മൾ മുന്നോട്ട് നമുക്കൊരു ധൈര്യം വരും. ഇതെങ്ങനെ ആണെങ്കിലും ചെയ്യേണ്ടതാണ്, നമ്മൾ ചെയ്തേ പറ്റൂ. അങ്ങനത്തെ കുറേ അനുഭവം എനിക്കും ഉണ്ടായിരുന്നു. ജോം ടി കെക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.